അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങളുടെ കൂട്ടുകാരനോടോ പങ്കാളിയോടോ കലഹിച്ചാൽ നിങ്ങൾ വിഷമത്തിലാകും. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യവും കോപവും കുറയ്ക്കാം. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ അതാണ് ആവശ്യം. ഈ വഴക്ക് തീർക്കണമെങ്കിൽ ആദ്യം ശരിയായ രീതിയിൽ സംസാരിക്കാൻ തുടക്കമിടണം. ഒരു ചെറിയ വഴക്കിന് സാധ്യതയുണ്ടെങ്കിൽ പോലും. ഏരിസ് റൊമാൻസ്. അനുരാഗ ജീവിതം വെറും ദൈനംദിനചര്യ മാത്രമാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരിടുവാനുള്ള ഉപാധികൾ ഇന്ന് തിരയുന്നത് നല്ലതാണ്. നിങ്ങളുടെ പങ്കാളി ഈ ബന്ധം ആസ്വദിക്കുന്നതിനായി എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുക. അനുരാഗത്തിൽ മുഷിപ്പ് കയറി വരാതിരിക്കട്ടെ, കാരണം അത് ഇരുവർക്കും നിരാശ നൽകും. അനുരാഗം എന്നാൽ ഗൗരവമുള്ള ഒരു സ്ഥിതിയാണെന്നും അതിനെ ജീവനോടെയും ഉന്മേഷത്തോടെ നിലനിർത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഗുണം ചെയ്യും. ഏരിസ് കരിയർ. ഔദ്യോഗിക പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ജോലിസ്ഥലത്ത് നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ തുടങ്ങി വെക്കേണ്ടി വരും. നിങ്ങളുടെ പ്രകടനത്തെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതി എന്നത് നിങ്ങൾ ഓർക്കണം. സാങ്കേതിക കഴിവുകൾ വികസിപ്പിച്ച് മറ്റുള്ളവർക്ക് മുകളിൽ ഒരു സ്ഥാനം നേടുവാൻ ശ്രമിക്കുക. ഏരിസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്കായി തുറന്നു കിട്ടുന്ന ഒരു പുതിയ വസ്തു ഇടപാടിനായി കണ്ണും കാതും തുറന്നു വെക്കുക. ഈയിടെയായി ജീവിതശൈലിയിൽ എങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്നോ പുതിയ സ്ഥലങ്ങൾ കാണുവാൻ എന്തു മാർഗമെന്നോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ അതിനായി ഇന്നത്തെ ദിനം ഉപയോഗപ്പെടുത്താം. ഏരിസ് ഹെൽത്ത്. നിങ്ങളുടെ നിലവാരം അപേക്ഷിച്ച് ഇന്ന് നിങ്ങളുടെ ആകാംക്ഷ വളരെ കൂടുതലാണെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കവും ഇത് ജോലിസ്ഥലത്തെയും വീട്ടിലെയും മർദ്ദങ്ങൾ മൂലമാണ്. പിന്തുണയ്ക്കായി നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളുടെ ചുമതലകൾ മറക്കാതിരിക്കുക. ജീവിതത്തിന്റെ വലിയ ചിത്രം കാണുക. ടോറസ് ഓവർവ്യൂ. തീയും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപകട പ്രവണതയുള്ള ദിനമാണ്. വോൾട്ടേജ് കൂടുതലുള്ള മൈക്രോവേവ് അല്ലെങ്കിൽ ഹീറ്റർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. ടോറസ് റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സ്വപ്നം കാണുകയായിരിക്കും. അതിനിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോകും. എങ്ങനെയെങ്കിലും സമയം കളയുക. എന്നിട്ട് വൈകുന്നേരമാകുവാൻ കാത്തിരിക്കുക. പങ്കാളിയുമൊത്ത് സ്നേഹസംയുക്തമായ ഒരു സായാഹ്നം ചിലവഴിക്കുക. ടോറസ് കരിയർ. കാണാൻ കഴിയും നിങ്ങളുടെ സഹപ്രവർത്തകരും മേലധികാരികളും എങ്ങനെയാണെന്ന് കുറച്ചുകൂടി നന്നായി കണ്ടെത്താൻ ലഭിച്ച നല്ലൊരു അവസരമായിരിക്കും ഇത്. ഇത് തൊഴിൽ സംബന്ധമായ ഒരു അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇന്ന് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറുക. ടോറസ് ഫൈനാൻസ്. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ എന്നിവയെ കൂടാതെ നിങ്ങൾ മറ്റ് രംഗങ്ങളിലും നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘകാല ലാഭത്തിനായി വ്യാപാര സമുച്ചയം അല്ലെങ്കിൽ ഗാർഹിക സമുച്ചയം എന്നിവയിൽ നിക്ഷേപിക്കുക. ഇന്ന് ഒരു വസ്തു തിരഞ്ഞുപിടിക്കണമെന്നല്ല. ഇന്നു മുതൽ നിങ്ങൾ ഈ ഗവേഷണം തുടങ്ങുകയാണെങ്കിൽ അത് നല്ല ഫലം നൽകുമെന്നർത്ഥം. ടോറസ് ഹെൽത്ത്. ഇന്ന് തികഞ്ഞ അച്ചടക്കമില്ലായ്മ കൊണ്ട് ഒരു ചെറിയ അപകടത്തിന് സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരിക്കുക. വഴിയിൽ അച്ചടക്കമില്ലാതെയും ലക്ഷ്യമില്ലാതെയും പ്രവർത്തിക്കുന്നതിനാൽ അപകടമുണ്ടാകുവാനും അതുമൂലം പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ ലക്കുകെട്ട അല്ലെങ്കിൽ കൂസലില്ലാത്ത പ്രവൃത്തി മൂലം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഗുരുതരമായ ഒരപകടത്തിൽപ്പെടുവാനും അതുമൂലം വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുവാനും നിങ്ങൾക്ക് പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. ഇന്ന് കുറച്ചു കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജെമിനി ഓവർവ്യൂ. അവസാനം നിങ്ങളുടെ ചിന്തകൾ പലതും വീഴാൻ തുടങ്ങുന്നു. ചില ഗൗരവമേറിയ കാര്യങ്ങളിൽ വിശദാംശങ്ങൾ ആവശ്യമായി വരുന്നു. പ്രശ്നത്തിന്റെ പരിഹാരം ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഈ വിശദീകരണം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ജെമിനി റൊമാൻസ്. ഇന്ന് പങ്കാളിയുമൊത്ത് ചിലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യത്തിലേറെ നിങ്ങളെ അലട്ടുന്ന ചിലവഴിച്ച സമയം എങ്ങനെ ചിലവഴിച്ചു എന്നതായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിന്റെ വളമായി പരസ്പരം നിങ്ങൾ തുറന്നും സത്യസന്ധതയോടെയും ആശയവിനിമയം നടത്തുക. അവരിൽ നിങ്ങൾക്ക് എത്ര വലുതാണെന്ന് നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് വരും ദിനങ്ങളിൽ നിങ്ങളുടെ ഈ പ്രയത്നം കൊണ്ട് വരുന്ന സമ്മാനങ്ങൾ എന്തെന്ന് കാണുക. ജെമിനി കരിയർ. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഗ്രഹനില തികച്ചും നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് വളരെ കുറച്ച് തടസ്സങ്ങളെ നേരിടുവാൻ സാധ്യതയുള്ളൂ. വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വരുന്നതുപോലെ നേരിടുക.
മേലാളന്മാരോടും സഹജോലിക്കാരോടും സൗമ്യമായും ശാന്തമായും ഇടപെടുക. നിങ്ങളുടെ ഈ പ്രവൃത്തി പ്രധാനപ്പെട്ട ചിലരെ ആകർഷിക്കുമെന്നും അത് ഭാവി വിജയത്തിന്റെ വിത്തുപാകുമെന്നും ഉറപ്പാണ്. ജെമിനി ഫൈനാൻസ്. നിങ്ങൾ ആരോഗ്യ വൈദ്യശാസ്ത്ര രംഗത്തിലേതെങ്കിലും ഒന്നിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് തിളക്കമുള്ളതായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. അവിചാരിതമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നതായി പരിശ്രമിക്കുക. ജെമിനി ഹെൽത്ത്. നിങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിനമാണ്. പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾ ഒരുപക്ഷെ മതിച്ചുല്ലസിച്ചില്ലായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ആസ്വദിക്കുന്നതിൽ പിശുക്ക് കാണിക്കില്ല. നിങ്ങളുടെ ദഹന വ്യവസ്ഥ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യമായ അസുഖങ്ങൾക്ക് സാധ്യതയില്ല. ക്യാൻസർ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ സന്തുഷ്ടവും ആനന്ദവും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. ഈ അവസരം മുതലെടുത്ത് വീട്ടുകാരും കൂട്ടുകാരുമായി ബന്ധപ്പെടുക. എല്ലാവരുമായി ഒത്തുകൂടി എല്ലാ പ്രയാസങ്ങളെയും മറക്കുക. ക്യാൻസർ റൊമാൻസ്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അതുമൂലം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലുള്ള സൗഹൃദം നിലനിൽക്കാതിരിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ പങ്കാളിയുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊപ്പമല്ലെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഈയിടെയായുണ്ട്. ഇത് നിങ്ങളിൽ ഒരുതരം വെറുപ്പുണ്ടാക്കുവാനും കാരണമാക്കിയിരിക്കുന്നു. ഈ വക അശുഭ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഭാഗം കേട്ട് നിങ്ങളുടെ ഭാഗം അമിത വികാരത്തള്ളലില്ലാതെ അവതരിപ്പിക്കുക. ക്യാൻസർ കരിയർ. നിങ്ങൾ ഒരു പുതിയ ഹോബി അല്ലെങ്കിൽ ചെറിയ സൈഡ് ബിസിനസ്സായി താൽപ്പര്യപ്പെടുകയും ആരോഗ്യരംഗം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതുമാണെങ്കിൽ മറ്റ് ചികിത്സാ രീതികൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. അലോപ്പതി നിങ്ങൾ വിചാരിച്ചത്ര നിങ്ങളുടെ ഇംഗിതങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആയുർവേദം മുതലായ മറ്റ് ചികിത്സാ രീതികളെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ചിന്ത. ഈ രംഗത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ചും ആരായുക. നിങ്ങൾ ഈ രംഗം ആസ്വദിക്കുക. ക്യാൻസർ ഫൈനാൻസ്. നിങ്ങൾ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയുവാനുള്ള അല്ലെങ്കിൽ അതിലും ഉപരിയായി പുതിയതൊന്ന് വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടേതല്ലാത്ത ഒരു വീടിനായി പണം മുടക്കുവാനും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ താമസിക്കുന്നിടം ഒന്നുകൂടി വിപുലപ്പെടുത്തുവാൻ തീരുമാനിച്ചേക്കാം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. കാരണം ഇച്ഛാനുസൃതമായത് ലഭിക്കുമെന്നത് തന്നെ. ക്യാൻസർ ഹെൽത്ത്. കണ്ണിന്റെ കാര്യത്തിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ആയാസവും ക്ഷീണവും കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് കാണുന്നു. ഒരു വിദഗ്ധന്റെ അഭിപ്രായം നിങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ കാലമായുള്ള ഈ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായ തലവേദനയിലേക്ക് നയിക്കും. നേരത്തെ കണ്ടെത്തുന്നതുകൊണ്ട് കണ്ണിന്റെ ക്ഷീണം അകറ്റുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ആകും. ലിയോ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയ ഒരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. ഇന്ന് നിങ്ങൾക്ക് സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും ദയവ് കാണിക്കാൻ കഴിയില്ല. ലിയോ റൊമാൻസ്. ഇന്ന് മുഴുക്കെ നിങ്ങൾ പങ്കാളിയുമൊത്ത് ചില്ലറ വഴക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരുപക്ഷെ എന്തിനെന്നറിയാതെ. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുവെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ വെറുതെ പങ്കാളിയെ ആക്രമിക്കുന്നതിലല്ല. പങ്കാളിയെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ആരോഗ്യസമ്പുഷ്ടമായ ഈ ബന്ധത്തിൽ അതൃപ്തിയുടെ വിത്തുകൾ പാകുകയായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നതിനായി ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം ഉപയോഗിക്കുക. ലിയോ കരിയർ. ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിലാകും. ആകെ കൂടിക്കുഴഞ്ഞ ചിന്തകളുള്ള ഈ കാലത്ത് ഭാവിയിലെ എല്ലാ സാധ്യതകളെക്കുറിച്ചും ആലോചിക്കുവാനായി ഉപയോഗപ്പെടുത്തുക. എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചു നോക്കുക. ഏതാണ് നല്ലതെന്ന് എല്ലാ കോണുകളിലൂടെയും വിലയിരുത്തുക. ഒരുപക്ഷെ നിങ്ങൾ എല്ലായിടത്തു നിന്നും നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്തിയെന്ന് വരാം. ഇങ്ങനെ അഗാധമായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലത് വരുത്തിയെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ലിയോ ഫൈനാൻസ്. പുതിയ സംരംഭങ്ങളിൽ നിന്നും ഇന്ന് ലാഭം കാണുന്നു. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭ്യമാണെങ്കിൽ കുറച്ചു കാലമായി ആലോചനയിലുണ്ടായിരുന്ന ആ ആശയം പ്രാവർത്തികമാക്കുവാൻ പറ്റിയ ദിനമാണ്. നിങ്ങൾ അതിനായി ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ലാഭമുണ്ടാകും. പ്രവൃത്തി ക്രമമില്ലാത്ത രീതിയിലാകരുത്. കാരണം അത് പ്രാവർത്തികമാക്കുവാൻ വളരെയധികം കഠിനാധ്വാനം വേണമെന്നത് തന്നെ. ലിയോ ഹെൽത്ത്.
അസുഖമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തെയും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. വീട്ടുകാർക്കും വയറിന് അസുഖമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക. അവരെ തീക്ഷ്ണമായ കാലാവസ്ഥയിൽ നിന്നും അനാരോഗ്യകരമായ ഭക്ഷണത്തിൽ നിന്നും സംരക്ഷിക്കുക. വിശ്രമം നിങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. Virgo, overview. സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭാഗ്യദിനമാണ്. ഇന്ന് വളരെ വലിയ ലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുപയോഗിച്ച് വളരെ കാലമായി കൊടുത്തു തീർക്കുവാനുള്ള കടങ്ങൾ നിങ്ങൾക്ക് വീട്ടാം. ഇതിൽ നിന്നും എന്തെങ്കിലും നീക്കിവെക്കുകയും ചെയ്യാൻ പറ്റും. Virgo, romance. ഈയിടെ കണ്ടെത്തിയ സാധ്യതയുണ്ടായിരുന്ന ചില പങ്കാളികൾ പ്രതീക്ഷയ്ക്കനുസരിച്ചാകാത്തത് ഇന്ന് നിരാശ നൽകും. നിങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തുന്നതെന്താണെന്ന് വെച്ചാലും ശരിയായ ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ ഇനിയും വളരെ സമയം പിടിക്കും. അതിൽ നിരാശപ്പെടരുത്. കാരണം ആ വ്യക്തിയെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല. ഇനിയും സമയമുണ്ട്. നിങ്ങൾ നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ താല്പര്യമുള്ള ആരെയെങ്കിലും ഉടനെ കണ്ടുമുട്ടും. Virgo, career. നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഊർജ്ജം നിറഞ്ഞ ഒരു സമീപനം കൈവരിക്കേണ്ടതുണ്ട്. ആത്മാർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും കഠിനാധ്വാനവും ചേർന്ന് നിങ്ങൾക്ക് വിജയം നൽകും. ഇത് നിങ്ങളുടെ ഔദ്യോഗിക വിജയത്തിനായി ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഈ പുതിയ ഊർജ്ജസ്വലമായ പെരുമാറ്റം നിങ്ങളുടെ തൊഴിൽദാതാവിനും ഇഷ്ടപ്പെടും. അത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. Virgo, finance. ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നഷ്ടം ആവതു കുറയ്ക്കുവാൻ ശ്രമിക്കുക. അധിക തുകയിൽ വ്യാപാരത്തിനും സാമ്പത്തിക ഊഹാപോഹങ്ങൾക്കും ഇന്ന് നല്ല ദിനമായിരിക്കുകയില്ല. നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങളെ സംരക്ഷിക്കുക. Virgo, health. മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നതിലും കാര്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിലും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിനെ ശാന്തവും സ്വച്ഛവുമാക്കി വെക്കുവാൻ ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങളും ധ്യാനവും ഉപകരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കഴിവ്, ആരോഗ്യം, ജോലി, വ്യക്തിബന്ധങ്ങൾ എന്നിവയിലെല്ലാം പുരോഗതി കാണാറാകും. Libra, overview. അടുത്ത ബന്ധുക്കളുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ മോശമാകുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതിന്റെ ഒരംശമെങ്കിലും ഈ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം. മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധയോടെ പ്രയോഗിക്കുകയും സഹായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. Libra, romance. നിങ്ങളുടെ പങ്കാളി ഈയിടെയായി കൂടുതൽ ആക്രമണ സ്വഭാവത്തോടെ പെരുമാറുന്നതിനാൽ വ്യക്തമായി കാണുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് അവരുമായി സംസാരിക്കേണ്ടതുണ്ട്. സംസാരിക്കുവാനായി സമയമെടുക്കുക. നിങ്ങളുടെ ഇംഗിതങ്ങൾ വ്യക്തമാക്കുക. അങ്ങനെ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. നിങ്ങൾ ഇരുവരും ഇന്ന് പരസ്പരം പറയുന്നത് ശ്രദ്ധിക്കും. അത് നിങ്ങളെ തമ്മിലുള്ള ധാരണ കൂടുതൽ വളർത്തുകയും ചെയ്യും. Libra, career. നിങ്ങൾ വാണിജ്യ സംബന്ധമായി തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാ സഹപ്രവർത്തകരെയും എതിരാളികളെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങൾ ഇന്ന് ഉന്നതിയിലാണ്. നിങ്ങളുടെ വശീകരണ ശക്തിയെയും ബുദ്ധിപൂർവമായ നയതന്ത്രജ്ഞതയെയും ആർക്കും ചെറുത്തു നിൽക്കാനാവില്ല. നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെക്കുറിച്ച് മതിപ്പുളവാക്കും. Libra, finance. നിരന്തരമായ പ്രയത്നങ്ങൾ അഭിവൃദ്ധി വരുത്തുന്നു. ഈ അധിക വരുമാനം നിങ്ങൾ അടുത്തയിടെ നിങ്ങളെടുത്ത കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് കടം തന്നവരുമായുള്ള നല്ല ബന്ധവും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള മതിപ്പും നിലനിർത്തുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. കടങ്ങൾ കൊടുത്തു തീർത്താൽ നിങ്ങളുടെ സമ്പാദ്യം ആകാശം മുട്ടെ ഉയരും. Libra, health. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പനി പിടികൂടുവാനുള്ള സാധ്യതയുണ്ട്. തണുത്ത പാനീയങ്ങളും മദ്യവും ഒഴിവാക്കുക. അവ ആരോഗ്യത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. ശരീരോഷ്മാവ് വർദ്ധിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമമെടുക്കുക. ഈ ചെറിയ അസുഖം മാറിക്കിട്ടും. Scorpio, overview. ഇത് നിങ്ങളുടെ സ്നേഹിതയും കുടുംബവുമായി ഒന്ന് പുറത്തു പോകുന്നതിന് പറ്റിയ സമയമാണ്. വളരെ കഠിനമായും തത്വപരമായും ചിന്തിക്കരുത്. ഈ സമയം വളരെ പെട്ടെന്നുള്ള സമ്മർദ്ദത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ അവസരം വളരെ പ്രയോജനപ്പെടുത്തി എല്ലാവരുമായി ഒരുമിച്ച് സന്തോഷിച്ച് കളിതമാശകൾ പറഞ്ഞ് രസിക്കുക. Scorpio, romance. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഒന്ന് ക്ഷമിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തോ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോ ആണെങ്കിൽ അവരുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ ഈ തീരുമാനം നിങ്ങൾ പുനഃപരിശോധിക്കുന്നതും നന്നായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ എടുത്തു ചാടുകയായിരിക്കും. Scorpio, career. ജോലി സ്ഥലത്ത് നിങ്ങളുടെ നില കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സമാന മനസ്കരായ ക്രിയാത്മക ചിന്താഗതിക്കാരുമായി കൈകോർക്കണം. അത് നിങ്ങളുടെ കഴിവുകൾ വെളിപ്പെടുത്തുവാനുള്ള ഒരവസരവും നൽകും.
മാറുന്ന സമയത്തിന്റെ ഗതിക്കൊപ്പം നിൽക്കുവാനായി പുതിയ പദ്ധതികളും പുതിയ സാങ്കേതിക വിദ്യകളും സ്വായത്തമാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എതിരാളികളിൽ നിന്നും എന്നും ഒരുപടി മുന്നിൽ നിൽക്കുക. സ്കോർപിയോ ഫൈനാൻസ്. ഇന്ന് അവിചാരിതമായ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഇല്ലായിരുന്ന ഒരു മേന്മ നിങ്ങളുടെ ബജറ്റിൽ പ്രതിഫലിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഒരു സ്റ്റോക്കിന് വില വർദ്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു സമ്മാനം, അതും ധനത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. ബജറ്റിലെ ഈ മേന്മ ആസ്വദിക്കുക. സ്കോർപിയോ ഹെൽത്ത്. ശാരീരിക സ്വാസ്ഥ്യം നിലനിർത്തുന്നതിനായി നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ നിന്നും വ്യായാമത്തിനായി കുറച്ച് സമയം കണ്ടെത്തിയേ മതിയാകൂ. കൂടുതൽ നേരം ഇരിക്കരുത്. അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും. മടി വളർത്തുമെന്നതും അത് അനാരോഗ്യത്തിന് വഴിവെക്കുന്നുമെന്നും മനസ്സിലാക്കുക. ഉന്മേഷകരമായ ഒരു പുതിയ ജീവിതശൈലി വളർത്തുന്നത് കൂടുതൽ സ്റ്റാമിനയ്ക്കും ജാഗ്രതയ്ക്കും അതുവഴി നിങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമായ മാറ്റം നൽകുമെന്ന് മനസ്സിലാക്കുക. സജിറ്റേറിയസ് ഓവർവ്യൂ. സാമൂഹ്യ പരിപാടികൾക്കായി കുറച്ചു സമയം ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ചേരുക. അത് എത്രമാത്രം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും അത് നിങ്ങൾക്ക് സംതൃപ്തിയും തരും. അതിൽ തുടരുന്നതിനാൽ സന്തോഷവും ആനന്ദവും ലഭിക്കും. സജിറ്റേറിയസ് റൊമാൻസ്. ഈയിടെയായി പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പങ്കാളികൾക്ക് ഇന്ന് അവരുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുന്നതായും ബന്ധത്തിലേക്ക് യോജിപ്പ് വീണ്ടും തിരിച്ചു കയറുന്നതായും തോന്നും. ഈ പ്രക്രിയ തുടരുവാനായി കഠിനാധ്വാനം ചെയ്യുക. കാരണം അല്ലാതെ അത് സംഭവിക്കുകയില്ല. ശുഭമായി ചിന്തിക്കുക. നിങ്ങളുടെ ദീർഘകാല ബന്ധം ലക്ഷ്യമിടുക. സജിറ്റേറിയസ് കരിയർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അന്തരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനെ നിങ്ങൾ ഇന്ന് കണ്ടെത്തിയേക്കും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ വിലപിടിപ്പുള്ള പരിചയ സമ്പത്തിൽ നിന്നുള്ള അവന്റെയോ അവളുടെയോ മാർഗനിർദ്ദേശം കൂടുതൽ ശ്രദ്ധിക്കണം. അതേസമയം നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ പുരോഗതിക്ക് നിങ്ങൾ സ്വയം ഏറ്റവും പുതിയ സാങ്കേതിക മികവ് കൈവരിക്കണം. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ പുതുതായി നേടിയ കഴിവുകളുമായി യോജിപ്പിക്കുന്നത് നിങ്ങളുടെ തൊഴിലിനെ ഉത്തേജിപ്പിക്കും. സജിറ്റേറിയസ് ഫൈനാൻസ്. ഇന്ന് കൂട്ടുകെട്ടുകൾക്കും സമ്പർക്കങ്ങൾക്കുമുള്ള ദിനമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു കടക്കുക, കൂട്ടുകൂടുക. ഇന്ന് നിങ്ങൾ വിപുലപ്പെടുത്തുന്ന കൂട്ടുകെട്ട് നിങ്ങൾക്ക് പലവിധ ഗുണങ്ങളും നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് കാർഡ് വിതരണം ചെയ്യുവാൻ മടിക്കണ്ട. എല്ലാ ബന്ധങ്ങളും ഭാഗ്യം കൊണ്ടുവരുമെന്നല്ല, അതിൽ ഒന്നോ രണ്ടോ മാണിക്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നു മാത്രം. നിങ്ങളുടെ ആശയങ്ങൾ അതിൽ ചിലരെ വളരെ സ്വാധീനിക്കും. നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലവും ലഭിക്കും. നന്നായി വരട്ടെ. സജിറ്റേറിയസ് ഹെൽത്ത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി വിഷമിക്കേണ്ട. അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഒരു പരിശോധന അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു മതിയാകും. അവരുടെ ക്ഷേമാന്വേഷണത്തിനായി കുറച്ച് സമയം കണ്ടെത്തുക. അവരെ ശ്രദ്ധിക്കുക. അവരുടെ മാനസിക നില താനേ ഉയരും. കാപ്രിക്കോൺ ഓവർവ്യൂ. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇന്ന് ഒരു വായനാനുഭവം ഉണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ രീതിയിലും ചിലത് പഠിക്കാനുണ്ടാകും. എങ്ങനെയായാലും നിങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ നേരിട്ട് നിങ്ങൾ പുതുതായി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാവരും നേട്ടങ്ങളിലും അറിവിലും സന്തോഷിക്കും. എന്നാൽ എല്ലാത്തിലും സന്തോഷിക്കുക. കാപ്രിക്കോൺ റൊമാൻസ്. ഒരു പുതിയ സുഹൃത്ത് ബന്ധമെന്നാൽ അതിന് ഇത്രയും സമയം വേണോ എന്നൊരു ശങ്ക ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ ഒരു സുഹൃത്തിന്റെ സാമീപ്യം ആസ്വദിക്കുന്നുണ്ട്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആ ബന്ധം ഒരു സുഹൃബന്ധത്തിലും ഉപരിയായി അനുരാഗത്തിലേക്ക് പരിണമിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഒരു തോന്നലും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പ്രതിക്രിയയെക്കുറിച്ച് കാണരുത്. വളരെ പ്രത്യേകമായ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം അതിന്റെ സ്വാഭാവിക വഴിയിലൂടെ തന്നെ പരിണമിക്കട്ടെ. കാപ്രിക്കോൺ കരിയർ. നിങ്ങൾ സ്വന്തമായി വ്യാപാരം നടത്തുകയാണെങ്കിൽ ദീർഘകാലമായി നിങ്ങളോടൊത്തുള്ള തൊഴിലാളികളോട് നിങ്ങൾക്കിന്ന് കൃതജ്ഞത തോന്നും. അവർ നിങ്ങളെ കഠിനമായ ഒരു പരിതസ്ഥിതിയിൽ നിന്നും ഇന്ന് കരകയറ്റും. അതേസമയം അടുത്തയിടെ നിങ്ങളോട് ചേർന്ന തൊഴിലാളികൾ നിങ്ങളെ കൈവിടുകയും ചെയ്യും. നിങ്ങളുടെ ഈ മുതിർന്ന തൊഴിലാളികളോട് നന്ദി ഉണ്ടാകുക. അവരെ പുകഴ്ത്തുക. ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധന അടുത്തു വരുമ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കുക. കാപ്രിക്കോൺ ഫൈനാൻസ്. ഊഹക്കച്ചവടവും അടിസ്ഥാനമാക്കിയ ഒരു വ്യവസായത്തിലാണ് താങ്കൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിനം അത്യന്തം ശോഭനമാണ്. നിങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കുവാനും സ്ഥാപനം വളർത്തുവാനുമുള്ള എല്ലാ സാധ്യതകളും അറിയുവാനായി കണ്ണുകൾ തുറന്നു വയ്ക്കുക. വരുന്ന അവസരങ്ങൾ കഴിവതും ഉപയോഗപ്പെടുത്തുക. കാപ്രിക്കോൺ ഹെൽത്ത്. ചർമ്മ സംബന്ധിയായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. ചർമ്മത്തിന് കേടുവരാതിരിക്കുവാനായി സൂര്യപ്രകാശത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ധാരാളം വെള്ളം കുടിക്കുക.
ഇത് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ചർമ്മം ജ്വലിക്കുകയും ചെയ്യും. അക്വേറിയസ് ഓവർവ്യൂ. യാത്രയെക്കുറിച്ച് സൂചനകൾ ഇന്ന് കിട്ടും. ജോലിക്കാവാം, യാത്ര പാസ്പോർട്ട് പൊടിതട്ടിയെടുക്കാം, യാത്രാരേഖകളൊക്കെ കൃത്യമല്ലേ എന്ന് ഉറപ്പുവരുത്താം. തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല സമയമാണ് മുന്നിലുള്ള യാത്രയും. അക്വേറിയസ് റൊമാൻസ്. നിങ്ങളുടെ വൈകാരിക ആഗ്രഹങ്ങൾ അതിന്റെ ഉത്തുംഗത്തിലെത്തുന്നതിനാൽ ഇന്ന് സ്നേഹസംയുക്തമായ ഒരു ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ലോകത്തിൽ നിന്നും ജോലിഭാരത്തിൽ നിന്നും അകന്ന് സമയം ചിലവഴിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകും. ഇന്ന് ചില വിശിഷ്ടമായ നിമിഷങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമൊത്ത് സന്തോഷത്തിന്റെ അനുഭവം കുറച്ചു കൂടുതൽ പങ്കുവയ്ക്കുവാനാകും. അക്വേറിയസ് കരിയർ. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് സെമിനാറുകളിൽ പങ്കെടുക്കുക വഴി പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുവാൻ പറ്റിയ ദിനമാണിന്ന്. ഈ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളുടെ മേൽ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കും. കൂടാതെ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ വിജയവും. ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റ് കഴിവുകളോടൊപ്പം ബുദ്ധിയും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എന്നിരുന്നാലും കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുകയെന്നതും അത് കൈവരിക്കുവാനായി കഠിന പ്രവർത്തനം നടത്തുക എന്നതും പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങളുടെ ഈ പ്രവർത്തികൾക്ക് പ്രതിഫലം ദൂരെയല്ലാതെ ഉണ്ടാകും. അക്വേറിയസ് ഫൈനാൻസ്. നിങ്ങളുടെ വ്യാപാരം എങ്ങനെ വിപുലപ്പെടുത്തണമെന്നും കൂടുതൽ ഉപഭോക്താക്കളുടെ അടുത്തേക്ക് എങ്ങനെ നിങ്ങളുടെ വസ്തുക്കളോ സേവനങ്ങളോ എത്തിക്കണമെന്നതിന്റെ പുതിയ ഒരു രൂപരേഖ തയ്യാറാക്കുന്ന ദിനമാണിന്ന്. ഇതിനായി നിങ്ങൾ പരസ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ലോകത്ത് നിങ്ങളുടെ പക്കലുള്ളതെന്തെന്നറിയുവാൻ ആവശ്യമുള്ളതെല്ലാം ചെയ്യുക. അതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ മനസ്സിലാകും. അക്വേറിയസ് ഹെൽത്ത്. മാനസികമായി ഉത്സാഹക്കുറവിന്റെ കാലമാണ്. ഒരു ഇടവേളയ്ക്കും ഒരു ദീർഘ അവധിക്കും നിങ്ങൾ കൊതിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു അവധിയുടെ സൂചന ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഇന്ന് കുറച്ചുനേരം നിങ്ങൾ നിങ്ങൾക്കായി നീക്കിവെക്കുക. കണ്ണടച്ച് നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും. ഇന്നത്തെ ദിനത്തിൽ ഇങ്ങനെ ശാന്തമായ മനസ്സുമായി ഇരിക്കുവാൻ ശ്രമിക്കുക. പൈസസ് ഓവർവ്യൂ. ഇന്നായിരുന്നു യാത്ര തുടങ്ങാനിരുന്നത്. നിങ്ങളുടെ പദ്ധതികൾക്ക് എതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ അവയെല്ലാം നേരിടുക. സംഭവിക്കുന്നതെല്ലാം അത്യന്തികമായി നല്ലതിനാണ്. ഇന്ന് സംഭവിക്കുന്ന ചെറിയ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഓർത്ത് ആകുലനാകരുത്. പൈസസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പരസ്പരം ബന്ധമില്ലാത്തവരെ പോലെ പെരുമാറുകയും ചെയ്യും. ഈ പ്രവണതകളെ ഇന്ന് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ മൂഡിന്റെ ഈ മാറ്റം മനസ്സിലാകുന്നു. അവർക്ക് ക്ഷമയുണ്ട്. സാരമില്ല, ഈ ഇച്ഛാഭംഗങ്ങൾ എളുപ്പത്തിൽ ഇല്ലാതാക്കിക്കൊള്ളും. പൈസസ് കരിയർ. കഴിയുമെങ്കിൽ ഇന്ന് ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തൊഴിലിലുള്ള സമാന മനസ്കരായ സഹപ്രവർത്തകരുടെ സഹായം തേടുക. നിങ്ങൾക്ക് അവരുടെ സമയോചിതമായ സഹായം നിർണായകവും ലാഭകരവുമാവും. നിങ്ങളുടെ മേലധികാരി നിങ്ങളിൽ നിന്ന് കൂടുതൽ സംഭാവനകൾ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾക്ക് അധിക ചുമതലകൾ വഹിക്കേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ തൊഴിലിന്റെ രക്ഷയ്ക്കായി നിങ്ങൾ ഈ അവസരം സന്തോഷത്തോടെ കൈക്കലാക്കണം. ദീർഘകാലത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുന്നയാളാവും. പൈസസ് ഫൈനാൻസ്. നിങ്ങളുടെ പഴയ സ്ഥാപനം അല്ലെങ്കിൽ ബന്ധം നിങ്ങൾക്ക് ഒരു ജോലിയുടെ ഓഫറുമായി വരും. പ്രത്യേകിച്ചും നിങ്ങളൊരു റിട്ടയർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇത് നടപ്പാകും. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഈ പുതിയ ഓഫർ പരിഗണിക്കുക. പൈസസ് ഹെൽത്ത്. നിങ്ങൾക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അസുഖമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവിനെക്കുറിച്ച് പ്രത്യേക ബോധമുണ്ടായിരിക്കണം. ഇന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ വർധനവ് കൊണ്ടുള്ള അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. ഇന്ന് ഇത് സംബന്ധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു.